ബാബ വാങ്കയുടെ പ്രവചനം എപ്പോഴും ലോകം ചർച്ച ചെയ്യാറുണ്ട്. ജപ്പാൻകാരുടെ ബാബ വാങ്കയാണ് റയോ തൽസുഗി. അവരുടെ ഏറ്റവും പുതിയ പ്രവചനമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ജൂലൈ 5-ന് ജപ്പാനിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നാണ് റയോയുടെ പ്രവചനം. 500ഓളം ചെറിയ ചലനങ്ങൾ സംഭവിക്കുമെന്നായിരുന്നു പ്രവചിച്ചത്. ടൊക്കാര ദ്വീപിനെ പിടിച്ചുകുലുക്കി ചെറുചലനങ്ങൾ സംഭവിച്ചതോടെ ലോകം ആശങ്കയിലാണ്. തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ കഗോഷിമ ദ്വീപ സമൂഹത്തിലാണ് ടൊകാര ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 500-ലേറെ ഭൂചലനങ്ങളാണ് ടൊകാരയിൽ ഇതുവരെ അനുഭവപ്പെട്ടത്. ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഭൂചലനങ്ങളിൽ സാരമായ നാശനഷ്ടങ്ങൾ ദ്വീപിൽ ഉണ്ടായിട്ടില്ല. ദ്വീപും പരിസര പ്രദേശങ്ങളും ജപ്പാന്റെ കാലാവസ്ഥാ കേന്ദ്രം നിരീക്ഷിച്ചു വരുന്നുണ്ട്. നഗരങ്ങൾ കടലിൽ വീഴുകയും വെള്ളം തിളച്ചുമറിയുകയും സുനാമി ഉണ്ടാവുകയും ചെയ്യുമെന്നായിരുന്നു പ്രവചനം. തൊഹുക്കുവിൽ 2011 ഉണ്ടായതിലും ഭയാനകമാകുമെന്നും പ്രവചിക്കുന്നുണ്ട്. നിലവിലെ വാൻഗെ എന്നാണ് റയോ തൽസുഗി അറിയപ്പെടുന്നത്. ഇവരുടെ ബുക്കിലും പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്. പ്രവചനം യാഥാർത്ഥ്യമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുകയാണ്. കോമിക് ഇല്ലുസ്ട്രേറ്റ് ആയിരുന്നു റയോ തൽസുഗി. 1999-ലാണ് സമുദ്രത്തിനടിയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് ഒരു പുസ്തകം ഇറക്കിയത്. 2011 വരെ റയോയുടെ പ്രവചനം ആരും കാര്യമായി എടുത്തില്ല. 2011-ലെ തൊഹുക്കു ഭൂചലനവും സുനാമിയും റയോ നേരത്തെ തന്നെ വരച്ചു പുറത്തിറക്കി. അതോടെ ജപ്പാൻ ഞെട്ടി. 1995-ലെ കോബെ ഭൂകമ്പവും കോവിഡും റയോ പ്രവചിച്ചതാണെന്ന് പറയപ്പെടുന്നു. പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ ഉൾപ്പെടുന്ന ഭൂഭാഗം. 4 പ്രധാന ഭൗമശിലാ ഫലകങ്ങൾ കൂടിച്ചേർന്ന ഭാഗമാണിത്. ഈ ഫലകങ്ങളുടെ ചലനത്തെ തുടർന്ന് 1500-ലേറെ ഭൂചലനങ്ങൾ ജപ്പാനിൽ ഉണ്ടാകാറുണ്ട്. ലോകത്തുണ്ടാകുന്ന ഭൂചലനങ്ങളുടെ 18% ജപ്പാനിലാണ് സംഭവിക്കുന്നതെന്ന് പറയാം. ഇതിൽ ഭൂരിഭാഗവും ചെറുചലനങ്ങൾ തന്നെ. ദിവസങ്ങൾക്കുള്ളിൽ ഭൂകമ്പ മാപിനിയിൽ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരും പറയുന്നത്. എന്തായാലും പ്രവചനം സത്യമാകുമോ എന്ന ആശങ്കയിലാണ് ജപ്പാനിലെ ജനങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.